നീ ആ മുറിക്കകത്തിരുന്ന് കരഞ്ഞില്ലേ? ആ കരച്ചില് ദൈവത്തിന്റെ അടുത്തുണ്ട്. വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കും. ജീവിക്കാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല. അങ്ങനെ പോരാട്ട വീട്ടിലുണ്ട്. വാതിലും വഴികളും ഇനിയും നിന്റെ ആയുസിൽ കേൾക്കാൻ പോകുന്നത് തോൽവി എന്നല്ല, ജയമെന്ന് കേൾക്കാൻ പോകുകയാ. ദൈവം നിന്നെ ചില സ്ഥലങ്ങളിൽ തിരികെ കയറ്റും. അതൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ. ഏറ്റവും പുറകിലാ മുടിയുള്ള മോൻ. ഏറ്റവും പുറകിൽ മുടിയുള്ള മുടിയുള്ള മോന്റെ കൂടെ ആരുണ്ട്? അവന്റെ കൂടെ ആരാ ഉള്ളേ? മുടിയന്റെ കൂടെ. അതാരാ? അമ്മയാ. അവൻ രക്ഷപ്പെടാൻ പോവാ. ദൈവം ആ കുടുംബത്തെ ഇന്ന് രാവിലെ ഒന്ന് മാറ്റാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച്, അധരം ഒന്ന് തുറക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അധരം തുറന്ന് ഇറങ്ങി വാ. വലിയ പ്രതിസന്ധിയില്ലേ കൊച്ചു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അല്ലയോടാ? ഇന്ന് എന്റെ പേര് പറ. അലിസ്റ്റർ ഇന്ന് മാറാൻ പോവാ. അലിസ്റ്ററിന്റെ മേലെ ഒരു അത്ഭുതം നടക്കും. എടാ, ഞാൻ നിന്റെ വീട് കാണുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇന്ന് രാവിലെ നിന്റെ മീതെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുക. നിങ്ങളൊന്ന് കൈയടിച്ച് അധരമൊന്ന് തുറന്ന് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന സകല ആളുകളും കൂടെ യേശുവേ നുറക്കി ഒന്ന് വിളിച്ച് അല്പം മിനിറ്റുകൾ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്. മുടി വെട്ടണം. വിട്ടല്ലോ. പെണ്ണുങ്ങളെ പോലായിരിക്കുന്നത്. എനിക്ക് ഈ മുടി കാണുമ്പോൾ ഭയങ്കര ജിജ്ഞാസയാണ്. അതിനാ ശരിക്കും നിന്നെ ദൂതുവറ എഴുന്നേൽപ്പിച്ചേ. വെട്ടുമല്ലോ? അമ്മയ്ക്ക് കൊടുക്ക. വെട്ടും. കമ്മൽ വേണ്ട. സ്വർണ്ണമാണോ? അല്ല, എന്നാ ഒരുത്ത. ഒരു ഇത് രണ്ടും വിടുതലായിരുന്നു. നിങ്ങൾ കൈയടിച്ച് ഒരു സ്തോത്രം പറഞ്ഞു. കൈ ഉയർത്തി ഒരാമയും പറഞ്ഞേ. കുഞ്ഞെ, നിന്നോട് ഞാൻ ദൂത് പറയാൻ പോവാനി. നീ അവിടെ ഇരിക്കുമ്പോൾ കണ്ട വെളിപ്പാടെന്നാണെന്നറിയാമോ? എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ മുമ്പിൽ മരണമെന്ന് എഴുതിയിരിക്കുന്ന ഒരു വലിയ ലേബൽ ഞാൻ കണ്ടു. നിന്റെ അപ്പനെ കൊണ്ടുപോയില്ലേ, ആ ശക്തി നിന്നെ കൊണ്ടുപോകാൻ ആ വീടിൻ്റെ പടിക്ക് വന്ന് നിൽക്കുക. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ കെട്ട് നിന്റെ വീട്ടിൽ നിന്ന് അഴിയാൻ പോവാ. നിന്റെ മുൻപിൽ തോൽവി 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 എന്ന് പറഞ്ഞു നിൽക്കുന്ന എല്ലാ തോൽവികളും മാറിപ്പോകാൻ പോകുകയാ. കൈയടിച്ച ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. കരമൊന്നടിക്കാൻ പറ്റുന്ന ആളുകളെ കൈയൊന്നടിച്ച് എന്നോട് കർത്താവ് പറയുക, ഈ വീടൊരു വിടുതലായി മാറാൻ പോവാ. ഈ വീടൊരു അത്ഭുതമായി മാറാൻ പോവാ. ഈ വീടൊരു ദൈവപ്രവൃത്തിയായി മാറാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ താട്ടിക്കളഞ്ഞ ദുരാത്മമണ്ഡലങ്ങൾ ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്ന് പൊട്ടിപ്പോകാൻ തുടങ്ങുക. പക്ഷേ ഈ മാവേലിക്കര മീറ്റിംഗ് നിന്റെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റാ. നീ ഒരു അത്ഭുതമായിട്ട് മാറും. ഇനിയും നിന്റെ ആയുസിൽ കേൾക്കാൻ പോകുന്നത് തോൽവി എന്നല്ല, ജയമെന്ന് കേൾക്കാൻ പോകുകയാ. തോൽവി 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 എന്ന് കേട്ടത് ഇന്ന് രാവിലെ ജയം ജയം ജയമെന്ന് യേശുവിന് പകരം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പ്രഖ്യാപിക്കുക. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന്. എത്ര വർഷമായി ഭർത്താവ് മരിച്ചിട്ടാ? 5. ഇത് 5ാമത്തെ വർഷം. ഭർത്താവിനെ മാത്രം കൊണ്ടുപോകാമെന്നല്ല, ഇവനെയും കൂടെ കൊണ്ടുപോകാമെന്ന. ഇവന് ചാവണമെന്നൊക്കെ ഇടയ്ക്ക് മോഹം ഉണ്ടായിരുന്നു. നമ്മൾ ചാവത്തില്ല. ഇല്ലടാ, നീ ജീവിക്കും. നിന്റെ റിസൾട്ട് ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുക. നിനക്ക് കോൺഫിഡൻസ് ഇല്ല ജയിക്കുക, പക്ഷെ കർത്താവിന് കോൺഫിഡൻസ് ഉണ്ട്. നീ പാസ്സാവും. എത്ര പ്രാവശ്യം എഴുതിയത്? 2 പ്രാവശ്യം എഴുതി. ഭയങ്കര സങ്കടമല്ലായിരുന്നു അല്ലേ? ചാവണമെന്ന് വിചാരിച്ചില്ലേ? ശരിക്കും വിചാരിച്ചു. പക്ഷേ നീ ജയിക്കാൻ പോവാ. നീ ആ മുറിക്കകത്തിരുന്ന് കരഞ്ഞില്ലേ? ആ കരച്ചില് ദൈവത്തിന്റെ അടുത്തുണ്ട്. നീ ഒരു നല്ല സുന്ദരനായ ചെറുപ്പക്കാരനാ. നിന്റെ കരച്ചിൽ ഞാൻ എന്റെ കണ്ണി കാണുക. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോവാ. നിന്റെ തലമേൽ ഒരു ജ്ഞാനം തരാൻ പോവാ.
സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ. ചേച്ചി, ആ താമസിക്കുന്ന വീട് ആടെ പേരില്ല, ഹസ്ബൻഡിന്റെ പേരിലായിരുന്നു. നമ്മുടെ പേരിലോട്ട് മാറ്റി. മാറ്റിയിട്ടില്ല, മാറ്റണം. ഒരു പോരാട്ടം അതിനകത്തുണ്ട്, അറിയാവോ? ഉണ്ട്. ജീവിക്കാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു പോരാട്ടം ആ വീട്ടിലുണ്ട്. സത്യം. ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോവും. അതിന്റെ പിൻപിലുള്ള ആളുകളെയൊക്കെ എനിക്ക് കാണാൻ പറ്റും. എന്നോട് പരിശുദ്ധാത്മ ഇവനോടായി പോരാട്ടമല്ല കേട്ടോ. എത്ര വയസ്സായി? 18 വയസ്സ്. ജയിക്കൂടാ? മാത്സ് അല്ലയോ? മാത്സിന്റെ റിസൾട്ട് ഞാനിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുക. ചർച്ചിൽ വരണം പാസ്സായിട്ട്, ലഡുവും വാങ്ങിച്ചുകൊണ്ട്. ആ, കൈയടിച്ചൊരു സ്വോത്രം പറ. നീ പാസ്സാവും. എന്നിട്ട് നമ്മൾ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പോകും. നീ ഒരു അത്ഭുതമാകും. ദൈവം നിന്നെ ചില സ്ഥലങ്ങളിൽ തിരികെ കയറ്റും. അതൊരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലെ. ഒന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ നന്ദി പറഞ്ഞ. ഇതാണ് കാരണം. ഇപ്പം കിട്ടിയില്ലേ? ഇതാണ് കാരണം. ഞാൻ ശരിക്കും അവരെ രണ്ടുപേരെയും ഇവൻ എൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ ഈ തോക്കാനുള്ള കാരണം എന്നാന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. തോക്കൊന്നും വിചാരിച്ചില്ലല്ലേ? തോറ്റുപോയി. എടാ, ഞാൻ ഈ കാതി വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇനി ചെയ്യല്ല. ചെയ്യോ? ഇല്ല. തൊട്ടേക്കല്ല. ഇല്ലല്ലോ? ഇല്ല. ഇല്ല. ഉപയോഗിക്കരുതാ, ചെയ്യരുത്. ഇന്ന് ദൈവത്തിന് വാക്ക് കൊടുക്കണം. ഇനി അങ്ങനെ ചെയ്യില്ല. ചെയ്യത്തില്ലല്ലോ? ഇല്ല. ഇവൻ അത്ഭുതാവും. ശരിക്കും അവരാഗ്രഹിക്കുന്നത്, ഈ ഞാൻ പേര് പറയപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വസ്തു വേണം, നിങ്ങൾ അവിടുന്ന് ഇല്ലാതാവണം. പക്ഷെ ദൂത് ഞാൻ പറയുക, നിങ്ങളുടെ വസ്തു ഇല്ലാതാകത്തില്ല, നിങ്ങളും അവിടെ ഇല്ലാതാകത്തില്ല. ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൂടെ യേശുവേ എന്ന് വിളിച്ച്, കൊച്ചേ, നിന്നോട് ആ പോരാട്ടമല്ല, ഇന്ന് രാവിലെ അത് പൊട്ടിപ്പോകാൻ പോവാ. യേശുവിന്റെ നാമത്തിന്റെ വിടുതൽ ഇവന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ. അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇവനെ ഇല്ലായ്മ ചെയ്ത് കളയാൻ. ഒന്ന് മുഴങ്കാൽ മടക്കി എല്ലാവരും ഈ കൊച്ചിന് നേരെ ഒന്ന് കൈനീട്ടി പിടിച്ച്. അവൻ രക്ഷപ്പെട്ടില്ലേ? ഒരു സുന്ദരൻ കൊച്ചൻ. നിങ്ങൾ കണ്ടോ എന്നാ പ്രശ്നമെന്നറിയോ? പ്രശ്നത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ അമ്മയ്ക്കും അറിയാം. മൊത്തം ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലമായിരുന്നു. 3 എടുത്തു ഇല്ലയോ? 7 എടുക്കണമെന്ന് ആഗ്രഹം. ഒന്നും എടുക്കത്തില്ല. ഇവൻ രക്ഷപ്പെടും. ആ വസ്തുവിന് അനന്തരാവകാശം ഉണ്ടാകാതിരിക്കാൻ ചെയ്തു കൂട്ടിയ ആധിപത്യ ഇന്ന് രാവിലത്തെ ആരാധനയിൽ അത് പൊട്ടാൻ പോവാ. ഇതിനകത്ത് വഴി തുറക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാവിലെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാണ്. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതമുണ്ടാകട്ടെ. അവനൊരു അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ വലിയ വിടുതൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ മേൽ വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം. ദൈവം വിടുവിച്ച് അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ.